കൂട്ടുകാരെ 10 ഇലയിൽ 6ാമത്തെ ഇലയാണ് പയറിൻ്റെ ഇല. പയറിൻ്റെ ഇല കാണിച്ചു തരാവേ. മഴയാതാ മഴയുടെ വെള്ളത്തേട്ട് കഴുകാൻ വെച്ചേക്കുക 10 ഇല. പയറിൻ്റെ ഇലയാണേ. നമുക്ക് വേഗം അരിഞ്ഞ് തോരൻ വെക്കാം കേട്ടോ. കൂട്ടുകാരെ ഇന്ന് പയറിൻ്റെ ഇലയാണ്. 10 ഇലയിൽ 6ാമത്തെ ഇലയാണ് കേട്ടോ. പയറിൻ്റെ ഇല കാണിച്ചായിരുന്നോ? പയർ പഴത്തിന് വേഗം അരിഞ്ഞിട്ടോ. നല്ല മഴയാണ്, അതുകൊണ്ട് സൗണ്ടിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അരിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. വേഗം ബാക്കിയും കൂടി അരിയട്ടെ. ഇതാ പയറിൻ്റെ ഇലയെല്ലാം അരിഞ്ഞ് ഇനി തേങ്ങ ചുരണ്ടി വെച്ചു, ചെറിയുള്ളി, കാന്താരിമുളക് എല്ലാം ചേർത്തു. ഇതിനകത്ത് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേഗം അടുപ്പത്ത് ചീനട്ടി വെച്ച് എണ്ണ ചൂടായിട്ടാണ്. ഇനി നമുക്ക് കടുക് പൊട്ടി നല്ല ചൂടാണ്. അരി ഇടാം. പയറിൻ്റെ ഇല ചേർക്കാൻ നമുക്ക് നല്ല ചൂടായി. നമുക്ക് ചെറിയുള്ളിയും കാന്താരിമുളകും തേങ്ങയും കൂടെ ചേർക്കാവേ. അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ഇലയും കൂടി ഇടാം. അത് ഇളക്കി വെച്ചു. എല്ലാം നല്ലോണം മൂടി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി മൂടി വെച്ച് വേവിക്കാം. വേവട്ടെ. എൻ്റെ തോരൻ കറി റെഡിയായി. മസാല ടേസ്റ്റ്. പയറിൻ്റെ ഇല നല്ല ടേസ്റ്റാണ്, പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നല്ല രുചിയുണ്ട്, പക്ഷെ എനിക്കെന്തോ അതിൻ്റെ രുചി ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെ, എനിക്ക് മാത്രം അതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ടേസ്റ്റ് നല്ല സ്വാദുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു, പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. കൂട്ടാത്തതുമായതുകൊണ്ടായിരിക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.